ചാൾസ് ബുബോൾസ്കി മദ്യത്തിലും മദിരാശിയിലും മുങ്ങിയൊരു മനുഷ്യൻ. പക്ഷെ അതോടൊപ്പം പുള്ളിക്കാരൻ ഒരു കവിയും കൂടെ ആയിരുന്നു. പക്ഷേ എല്ലാ പബ്ലിഷേഴ്സും അദ്ദേഹത്തിൻ്റെ കവിതകൾ റിജക്റ്റ് ചെയ്തു. തല്ലിപ്പൊളി കവിതയെന്ന് അവർ പറഞ്ഞു. കവിത റിജക്റ്റ് ചെയ്തപ്പോൾ പുള്ളി വീണ്ടും കുടിയും തുടങ്ങി. പുള്ളിയുടെ കുത്തഴിഞ്ഞ ജീവിതം തുടർന്നു. അദ്ദേഹം ജോലി ചെയ്തത് ഒരു പോസ്റ്റ് ഓഫീസിലാണ്, അതും വളരെ കുറഞ്ഞ പൈസയ്ക്ക്. ബുബോൾസ്കി വർഷങ്ങളോളം ഈ ഒരു കുത്തഴിഞ്ഞ ജീവിതം തുടർന്നു, ഏകദേശം ഒരു 30 വർഷത്തോളം. ബുബോൾസ്കിക്ക് 50 വയസ്സായപ്പോൾ ഒരു പബ്ലിഷർ അദ്ദേഹത്തെ കണ്ടു. ഒരു കഥ എഴുതി തരാമെന്ന് ചോദിച്ചു. അങ്ങനെ ബുബോൾസ്കി എഴുതിയ കഥയാണ് ദ പോസ്റ്റ് ഓഫീസ്. ഈ ഒരു പുസ്തകം ക്ലിക്കായി. ഇതിനുശേഷം ബുബോൾസ്കി 6 or 7 പുസ്തകം എഴുതി. ബുബോൾസ്കിയുടെ എല്ലാ പുസ്തകങ്ങളും ഹിറ്റായി. പക്ഷെ എന്നിട്ടും ബുബോൾസ്കിയുടെ കലറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഡോണ്ട് ട്രൈ. ഇത്രയൊക്കെ സക്സസ് ആയിട്ടും ബുബോൾസ്കി തന്നെ ഒരു ലോക തോൽവിയായിട്ടാണ് കണ്ടിരുന്നത്. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ ഭയങ്കര സ്മാർട്ടായിരിക്കണം, ബെസ്റ്റ് ആയിരിക്കണം, പോപ്പുലർ ആയിരിക്കണം എന്നൊക്കെയാണ്. ഒരു കൂടുതൽ എന്നുള്ള കൾച്ചറാണ് പരസ്യങ്ങളും സോഷ്യൽ മീഡിയയും നമ്മളോട് പറയുന്നത്. മെച്ചപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ കൂടുതൽ മേടിക്കുക, കൂടുതൽ ചിലവഴിക്കുക, കൂടുതൽ സമ്പാദിക്കുക, എല്ലാം കൂടുതൽ എന്നാണ്. ഹിമാലയൻ താഴ്വരയിൽ, ഇന്നത്തെ നേപ്പാളിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു മകനും ഉണ്ടായിരുന്നു. ഈ രാജാവ് ഈ മകനെ ഒരു കഷ്ടപ്പാടും അറിയാതെ വളർത്തിയത്. രാജാവ് കൊട്ടാരത്തിന് ചുറ്റും ഒരു വലിയൊരു മതിൽ കെട്ടിപ്പൊക്കി. പുറത്തുള്ള കാഴ്ചയൊന്നും ഈ കുമാരൻ കാണാതിരിക്കാൻ. കുമാരന് ഒരുപാട് സമ്മാനങ്ങൾ നൽകി, പരിചാരകന്മാരെ നൽകി, ഒരു വിഷമവും അറിയാതെയാണ് വളർത്തിയത്. ഒരു ദിവസം കുമാരൻ അവിചാരിതമായിട്ട് പുറത്തു പോയി. അപ്പോഴാണ് പുറത്തെ കഷ്ടപ്പാടുകളെ കാണുന്നത്. കുമാരൻ ഞെട്ടി. ഇതുകൊണ്ട് കുമാരൻ ഒരുപാട് ദിവസം നന്നായിട്ട് വിഷമിച്ചു. ഒരു ദിവസം കുമാരൻ ആരോടും പറയാതെ തൻ്റെ രാജകൊട്ടാരവും കുടുംബാംഗങ്ങളെയും തൻ്റെ സ്വത്തുവകകളെല്ലാം ഉപേക്ഷിച്ച് യാത്രയായി. തെരുവിൽ കിടന്നുറങ്ങി. കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഏകാന്തമായിട്ട് യാത്ര ചെയ്തു. ഒരു ദിവസം ഇതേ ഒരു ആലിൻ്റെ ചുവട്ടിൽ പോയിരുന്നു. ഒരുപാട് ദിവസങ്ങൾ ഈ ആലിൻ്റെ ചുവട്ടിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി. ജീവിതം മൊത്തത്തിൽ കഷ്ടപ്പാടാണെന്ന്. പണക്കാരൻ പണം ഉള്ളതുകൊണ്ട് കഷ്ടപ്പെടുന്നു, പണം ഇല്ലാത്തതുകൊണ്ട് കഷ്ടപ്പെടുന്നു, കുടുംബമുള്ളവൻ കുടുംബം ഉള്ളതുകൊണ്ട് കഷ്ടപ്പെടുന്നു, കുടുംബം ഇല്ലാത്തതുകൊണ്ട് കഷ്ടപ്പെടുന്നു. ജിമ്മിക്ക് ഒരുപാട് ബിസിനസ് ഐഡിയകൾ ഉണ്ടായിരുന്നു. ജിമ്മി തൻ്റെ ബിസിനസ്സിനെ പറ്റി ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ജിമ്മിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയും. ജിമ്മി ഭയങ്കര സംഭവമാണെന്ന് പറയും. തൻ്റെ ബിസിനസ്സിനെ പറ്റി തള്ളി മറിച്ചുകൊണ്ടിരിക്കും. ലോകം മൊത്തം തന്നെ അംഗീകരിക്കുന്നൊരു ദിവസം വരുമെന്ന് പറയും. പണ്ട് ജിമ്മി ഇങ്ങനെ വാതാളം മാത്രമേ ഉള്ളൂ, ഒരു പണിയും ചെയ്യത്തില്ലായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയും പൈസയ്ക്ക് അടിച്ചു പൊളിച്ച് ജീവിച്ചു. ജിമ്മി ഇങ്ങനെ കുറേ കാലം ജീവിച്ചു. പക്ഷേ ജിമ്മിക്ക് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. ജിമ്മി ഒരു കാശും ഉണ്ടാക്കിയിട്ടില്ല. ജിമ്മി മറ്റുള്ളവരുടെ പൈസ ഇങ്ങനെ അടിച്ചു പൊടിച്ച് തീർത്തുകൊണ്ടിരുന്നു. ഒരു ലാവിഷ് ലൈഫ് സ്റ്റൈലായിരുന്നു ജിമ്മിയുടെ. 1960 ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, നിങ്ങൾ ആത്മാഭിമാനം ഉണ്ടെന്നിങ്ങനെ നടിച്ചാൽ അങ്ങനെ ബെറ്റർ ആയിട്ടുള്ളൊരു
പൗരന്മാരെ വാർത്തെടുക്കാമെന്ന്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇങ്ങനൊരു ഫീലിംഗ് ഉള്ളത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ വിചാരിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ലെങ്കിൽ, അങ്ങനെ കഴിവുകളുണ്ടെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ ജിമ്മിയാണ് സൃഷ്ടിച്ചെടുക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് 1944 ജപ്പാന്റെ സെക്കൻഡ് ലഫ്റ്റനന്റ് ഹിരോ ഒനാഡ ഫിലിപ്പൈൻസിലെ ഒരു ചെറു ദ്വീപിൽ നിയോഗിക്കപ്പെട്ടു. അദ്ദേഹത്തിന് കിട്ടിയ ഓർഡർ എന്ന് വെച്ചാൽ അമേരിക്കയുടെ മുന്നേറ്റം തടയുകയും ഒരിക്കലും കീഴടങ്ങരുതെന്നാണ്. 1945 അമേരിക്ക ഈ ദ്വീപിലെത്തുകയും ഒരുപാട് ജപ്പാനീസ് പട്ടാളക്കാരെ കൊല്ലുകയും ബാക്കിയുള്ളവർ സറണ്ടർ ചെയ്യുകയും ചെയ്തു. എങ്കിലും ഒനാഡയും 3 പേരും ഇവിടെ കണ്ണിപ്പെടാതെ കാട്ടിപ്പോയി വിളിച്ചു. അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടതിന് ശേഷം ജപ്പാൻ കീഴടങ്ങി. അതിനുശേഷം അമേരിക്കയും ജപ്പാനും സംയുക്തമായിട്ട് ലഘുലേഖകൾ ഈ ഒരു പസഫിക്കിലെ ഈ ദ്വീപുകളിൽ വിതരണം ചെയ്തു തുടങ്ങി. ഒനാഡെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായി വിചാരിച്ചത് ഈ ലഘുലേഖകൾ അത് അമേരിക്കയുടെ ട്രിക്കാണെന്നാണ്. ഒനാഡ തൻ്റെ ഒളിപ്പോരാട്ടം തുടർന്നു. 1959 സഹികെട്ട ഫിലിപ്പൈൻസുകാർ ഇവരെ തിരക്കി ഇറങ്ങുകയും ഇവർക്കെതിരെ ഫയർ ചെയ്യുകയും ചെയ്തു. അതിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾ കീഴടങ്ങുകയും ചെയ്തു. മൂന്നാമതൊരാൾ പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കുറച്ചു കഴിഞ്ഞ് കൊല്ലപ്പെട്ടു. ഒനാഡ അതിനുശേഷം ഒരു 10 കൊല്ലം ഈ കാട്ടിനുള്ളിൽ ഒളിച്ചു കഴിഞ്ഞു. 72 ഈ ഒരു അവസാനത്തെ ഒരു പട്ടാളക്കാരൻ്റെ മരണം ജപ്പാനിലെത്തി. ജപ്പാനിലെല്ലാവരും വിചാരിച്ചത് ഈ എല്ലാ പട്ടാളക്കാരും തിരിച്ചു വന്നായിരിക്കും. അപ്പോൾ അവർ വിചാരിച്ചിനി ഒനാഡ എവിടെയെങ്കിലും കാണുമെന്ന്. ഒനാഡയുടെ കഥ അപ്പോൾ ജപ്പാനിൽ കാട്ടുതീ പോലെ പടർന്നു. ചിലർ വിചാരിച്ചതൊരു കെട്ടുകഥയായിരിക്കുന്നു. ചിലർ ഒനാഡയെ ആരാധിക്കാൻ തുടങ്ങി. ചിലർ ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. 72 ഒരു ഹിപ്പി പയ്യൻ, ഒരു എക്സ്പ്ലോറേഷൻ സിസ്റ്റം കറങ്ങി നടക്കുന്നൊരു പയ്യൻ, ഇയാൾ ഒനാനയെ തപ്പി ഇറങ്ങി. അയാൾ ഈ ഫിലിപ്പൈൻസ് ദ്വീപിലെത്തി. ഒനാന ഒനാന എന്ന് വിളിച്ച് നടന്നു. ഒരു 4 ദിവസത്തിന് ശേഷം അയാൾ ഒനാഡയെ കണ്ടെത്തി. ഒനാഡ ഈ ജപ്പാൻകാരനെ കണ്ടെത്തിയ സൗഹൃദത്തിലാവുകയും ചെയ്തു. അയാൾ ഈ ഹിപ്പിയോട് ചോദിച്ചു, നിങ്ങളെങ്ങാണ് എന്നെ തിരക്കി വരാൻ കാരണം? അപ്പോൾ അയാൾ പറഞ്ഞ ഒരു 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്: ഹിമാലയയിൽ മഞ്ഞു മനുഷ്യൻ, ഒരു പാണ്ടാ ബിയർ ആൻഡ് ലെഫ്റ്റനന്റ് ഒനാഡ. ഒനാഡ എന്തുകൊണ്ട് സറണ്ടർ ചെയ്തില്ലെന്ന് വെച്ചാൽ, അയാൾക്ക് കിട്ടിയ ഓർഡെന്ന് വെച്ചാൽ ഒരിക്കലും സറണ്ടർ ചെയ്തെന്നാണ്. 2 പേരും അവരെ ഹീറോകളായിട്ടാണ് കാണുന്നത്. പക്ഷെ 2 പേരും ഒന്നും ചെയ്തിട്ടുമില്ല. ഒന്ന് സങ്കല്പിച്ച് നോക്കുക, നിങ്ങളുടെ തലയിൽ ഒരാളൊരു തോക്കെടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് പറയാണ് 25 മൈൽ ഓടുക, അതും 5 മണിക്കൂറിനുള്ളിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ മൊത്തം കൊന്നുകളെ. ഇനി വേറൊരു സീനുണ്ട്. നിങ്ങൾ പുതിയൊരു ഷൂ വാങ്ങി മാസങ്ങളോളം കഠിനമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ 25 മൈൽ മാരത്തോൺ ഓടി ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം നോക്കി നിൽക്കുമ്പോൾ, ആദ്യത്തേത് നിങ്ങളെ ആരോ ഫോഴ്സ് ചെയ്തു, രണ്ടാമത്തത് നിങ്ങളുടെ തീരുമാനം. രണ്ടും വ്യത്യാസമുണ്ട്. 2013 BBC OCD ഉള്ള കുറേ കുട്ടികളെ തെറാപ്പി നടത്തി. അതിലൊരു കുട്ടി തറയിൽ ഇങ്ങനെ തട്ടി നോക്കുമായിരുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് വിശ്വസിച്ചിരുന്നു. വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, എന്ത് കാര്യം ചെയ്താലും 2 കൈ കൊണ്ട് ചെയ്യും, ഇടത് കൈ കൊണ്ടും വലത് കൈ കൊണ്ടും, അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് കൊണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. മൂന്നാമതൊരുത്തൻ ജെർമോഫോബിക്കായിരുന്നു. ആ പയ്യൻ ഗ്ലൗസ് ധരിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതില്ലായിരുന്നു, വെള്ളം ചൂടാക്കാതെ കുടിക്കാറില്ലായിരുന്നു, കൈ കഴുകാതെ വൃത്തിയായിട്ട് കഴുകാതെ ഫുഡ് കഴിക്കില്ലായിരുന്നു. ഈ സൈക്കാട്രിസ്റ്റ് ഇവരെ പറഞ്ഞു പഠിപ്പിച്ചു. കാരണം നിങ്ങൾ എന്തൊക്കെ തന്നെ ചെയ്താലും മരിക്കാനുള്ളവർ മരിക്കും. അതുപോലെ നിങ്ങൾ പാനിക് ആയിക്കൊണ്ടിരുന്നാൽ അത് കൂടുതൽ പാനിക്കാവത്തേ ഉള്ളൂ.
ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പാനിക്കായിരുന്നാൽ നിങ്ങൾ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെ വൃത്തിയായിട്ട് ചെയ്താലും ജേംസ് എല്ലാം നശിച്ചു പോകത്തില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിഷമിക്കരുതെന്ന് പറഞ്ഞു. നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ പ്രശ്നമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. 2008 താലിബാൻ സ്വാത്ത് വാലിയിൽ അധികാരം പിടിച്ചെടുത്തു. അവിടെ താലിബാന്റെ അജണ്ട അവർ സ്ഥാപിച്ചു. 2009 മലാല യൂസഫ് സ്കൂളിൽ പോകുന്ന വിലക്കിനെതിരെ സംസാരിച്ചു തുടങ്ങി. മലാല സ്കൂളിൽ പോക്ക് നിർത്തിയില്ല. 2012 സ്കൂൾ വിട്ടുവരുന്ന വഴി മലാലയെ ആരോ തലയ്ക്ക് വെടിവെച്ചു. അതിനുശേഷം അവർ മലാലയെ അദ്ദേഹത്തിന്റെ അച്ഛനെയും ഭീഷണിപ്പെടുത്തി. മലാല ഇന്നും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിനുശേഷം ഒരു നോബൽ പ്രൈസ് കിട്ടി. തലയ്ക്ക് വെടിയേറ്റതിന് ശേഷം മലാലയ്ക്ക് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ഓഡിയൻസിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കും. അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നവർ വിചാരിച്ചിരുന്നത് കാലിഫോർണിയ ഒരു ദ്വീപാണെന്നാണ്. ഡോക്ടർമാർ വിചാരിച്ചിരുന്നു ഒരു രോഗിയുടെ കൈ മുറിച്ചാൽ അദ്ദേഹത്തിന്റെ രോഗം ചികിത്സിച്ച് മാറ്റാമെന്ന്. ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചിരുന്നു തീ എന്ന് പറയുന്നത് ഫിലോജിസ്റ്റ് എന്ന് പറഞ്ഞൊരു വസ്തുവിൽ നിന്നാണ് ഉണ്ടാക്കിയതെന്ന്. എഴുത്തുകാരൻ അദ്ദേഹം ചെറുപ്പമായിരുന്നപ്പോൾ എല്ലായിടത്തും പറഞ്ഞ് അദ്ദേഹം ഒന്നിനെയും കെയർ ചെയ്യുന്ന ഒരു മനുഷ്യനില്ലെന്ന്. പക്ഷേ അദ്ദേഹം എല്ലാത്തിനെയും ഭയപ്പെട്ടിരുന്നൊരു മനുഷ്യനാണ്. എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ടുമായിട്ട് നടന്നു പോകുമ്പോൾ പുള്ളി വിചാരിച്ച് നമ്മൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് കാണുമെന്നാണ്. പക്ഷേ അവർ പിരിഞ്ഞു. അതായത് പുള്ളി വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു. നമ്മൾ തന്നെ ഒരു 20 വർഷം മുമ്പുള്ള നമ്മളായിരിക്കത്തില്ല ഇപ്പോഴും, അല്ലെങ്കിൽ 10 വർഷം മുമ്പുള്ള നമ്മളുടെ കാഴ്ചപ്പാടുകൾ ചിലപ്പോൾ മാറും. 10 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടായിരിക്കില്ല ഇപ്പോൾ. മതവിശ്വാസം വിട്ടവർ കാണും, അല്ലെങ്കിൽ തുടങ്ങിയവർ കാണും. മൈക്കിൾ ജോർദാൻ്റെ ഒരു ഫേമസ് ഒരു കോട്ടുണ്ട്: ഒരുപാട് തവണ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ വിജയിച്ചത്. അതായത് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാബ്ലോ പിക്കാസോയുടെ വയസ്സാം കാലത്ത് അദ്ദേഹം സ്പെയിനിലെ ഒരു കഫേയിലിരുന്ന് കോഫി കുടിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു നാപ്കിൻ എടുത്ത് അലക്ഷ്യമായിട്ട് ചുമ്മാ എന്തൊക്കെ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്തിരുന്ന ഒരു പ്രായമുള്ളൊരു സ്ത്രീ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിക്കാസോ കുറച്ച് കഴിഞ്ഞ് കോഫിയൊക്കെ കുടിച്ച് തീർന്ന് എഴുന്നേറ്റ് ഈ ഒരു നാപ്കിൻ ചുരുട്ടിക്കുട്ടി എറിയാനായിട്ട് എടുത്തു. ആ സ്ത്രീ പിക്കാസോയോട് പറഞ്ഞു, ആ ചിത്രം എനിക്ക് തരുമോ, ഞാൻ നിങ്ങൾക്ക് പണം തരാം. അപ്പോൾ പിക്കാസോ പറഞ്ഞ് $20,000. അവർ ചോദിച്ചു, നിങ്ങളിത് 2 മിനിറ്റ് എടുത്ത് ഒരു ചെയ്തതല്ലേ, അതിന് $20,000 അവിടെ കടന്ന കയ്യല്ലേ എന്ന് ചോദിച്ചു. പിക്കാസോ പറഞ്ഞു, ഞാൻ 60 വർഷം എടുത്തു ഈ ഒരു കഴിവുണ്ടാക്കിയെടുക്കാൻ. എഴുത്തുകാരൻ റഷ്യയിൽ പോയി. അവിടെ ആൾക്കാർ വളരെ പരുക്കനായിരുന്നു. ആരും ചിരിച്ചില്ല. പക്ഷെ എന്നിട്ടും എഴുത്തുകാരൻ അതെല്ലാം ഇഷ്ടപ്പെട്ടു. ഈ ഒരു കാര്യം പാശ്ചാത്യരെ അസ്വസ്ഥരാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ആരും നോക്കി ചിരിക്കാറില്ല. റഷ്യയിൽ അപരിചിതരെ നോക്കി ചിരിക്കാറില്ല, കുശലം പറയാറില്ല, അറിയാത്ത കാര്യങ്ങൾ അറിയുമെന്ന് പറയാറില്ല. ഇപ്പോൾ ആരെങ്കിലും മൊണ്ണയാണെങ്കിൽ നീ ഒരു മൊണ്ണയാന്ന് പറയും, പൊട്ടനാണെങ്കിൽ പൊട്ടനാന്ന് പറയും.
നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ട പറയും, നിങ്ങളുടെ കമ്പനി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അത് നിങ്ങളുടെ സുഹൃത്തായാലും ഒരു 5 മിനിറ്റ് മുമ്പ് കണ്ട മനുഷ്യനായാലും ഇതുപോലെ തന്നെ പറയും. ആദ്യമൊന്നും ലേഖനം ഇത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ പുള്ളി ഇതോട്ടൊന്ന് പൊരുത്തപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോൾ ലേഖന് തോന്നി ഇത് സ്വാതന്ത്ര്യമാണ്, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് വിളിച്ചു പറയാം. വേറൊരു രാജ്യത്ത് ജീവിച്ചപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ സംസ്കാരത്തെ പുനഃപരിശോധിക്കാനുള്ള ഒരു അവസരം കിട്ടി. എഴുത്തുകാരൻ ഇതൊരു റഷ്യൻ ടീച്ചറുമായിട്ട് ഈ ഒരു കാര്യം പങ്കുവച്ചു. റഷ്യൻ ടീച്ചർ രസകരമായൊരു കാര്യം പറഞ്ഞു. റഷ്യയിൽ സാമ്പത്തിക അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അവർ വളരെ വിലയേറിയ ഒരു നാണയം കണ്ടുപിടിച്ചു. അതാണ് വിശ്വാസം. അതിന് നിങ്ങൾ സത്യസന്ധരായിരിക്കണം. നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ആരെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത്, ആരെയാണ് വിശ്വസിക്കാൻ പറ്റാത്തത്. എന്തെങ്കിലും നടക്കത്തില്ലെങ്കിൽ നടക്കത്തില്ലെന്ന് പറയണം, നടക്കുമെങ്കിൽ നടക്കുമെന്ന് പറയണം. അതവരുടെ അതിജീവനത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. പക്ഷേ ഇത് വെസ്റ്റേൺ കൾച്ചറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സത്യസന്ധരാവേണ്ട കാര്യമില്ല. എഴുത്തുകാരൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടായത് 19 വയസ്സിലാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തെ ഒരു പാർട്ടിക്ക് കൊണ്ടുപോയി. ഈ പാർട്ടി ഒരു പൂൾ പാർട്ടിയായിരുന്നു. ഈ പൂളിനടുത്തൊരു 30 മീറ്റർ ഉയരമുള്ളൊരു ഒരു കുന്നുണ്ടായിരുന്നു. അവരൊരുപാട് ബിയറൊക്കെ അടിച്ച് ഭാവിയെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പോഴാണെങ്കിൽ പുള്ളിയുടെ സുഹൃത്ത് ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് വെള്ളത്തിലോട്ട് ചാടുന്നതിനെ പറ്റി പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഇവർ പിരിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ പേര് ജോഷ് എന്നാണ്, ജോഷിനെ തിരക്കി വന്നു. അപ്പോൾ ജോഷിനെ അവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നു. കുറേ കഴിഞ്ഞപ്പോൾ സ്ക്യൂബ ഡൈവേഴ്സ് ജോഷിൻ്റെ ബോഡി പൂളിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നു. ലേഖൻ കരഞ്ഞു, മാൻസൺ കരഞ്ഞു. അത് കഴിഞ്ഞ് ഡിപ്രഷനിലോട്ട് പോയി. മാസങ്ങളോളം ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇദ്ദേഹത്തെ പറ്റി ഇങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങി. ജോഷ് എന്ന് പറയുന്നത് മാൻസനേക്കാളും പ്രായത്തിന് മൂത്തതായിരുന്നു. ഒരുപാട് കോൺഫിഡൻ്റ് ഉള്ള മനുഷ്യനായിരുന്നു. എക്സ്പീരിയൻസ്ഡ് ഉള്ളായിരുന്നു. ജീവിതത്തെ പറ്റി ഒരുപാട് കാഴ്ചപ്പാടുള്ള മനുഷ്യരായിരുന്നു. ഇത്രയും നാൾ അയാൾ പ്രയാസകരമായ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുകയായിരുന്നു. കാരണം അങ്ങനെയൊക്കെ തോന്നി, മരിക്കുന്നൊരു തോന്നലുള്ളതുകൊണ്ട് കൊണ്ട് ഇതൊക്കെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ലെന്ന് തോന്നി. പുള്ളിയുടെ ജീവിതം അവിടെ നിന്ന് ചേഞ്ച് ആവുകയാണ്. ജിമ്മിൽ പോകാൻ തുടങ്ങി, പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി, സ്റ്റഡി ഇമ്പ്രൂവ് ചെയ്തു, പുള്ളി നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. ഈ ഒരു ദുരന്തത്തിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു ആംബിഷനൊന്നും ഇല്ലായിരുന്നു, ഒരു ഓർഡറും ഇല്ലായിരുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹം ചേഞ്ചായി. രാജാക്കന്മാർ കൊട്ടാരങ്ങളും സാമ്രാജ്യങ്ങളും കെട്ടിപ്പടുക്കുന്നത് കേട്ടില്ലേ? തങ്ങളുടെ മരണശേഷവും തങ്ങൾ അതിലൂടെ ജീവിച്ചിരിക്കാൻ വേണ്ടിയാണ്. രാജ്യങ്ങളും ഡീപ് സ്റ്റേറ്റും 200-300 വർഷത്തേക്ക് തങ്ങളുടെ ഒരു പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നില്ലേ? അത് മരണശേഷവും ജീവിക്കാൻ വേണ്ടിയാണ്.